സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെന്മല ഡാമിൻ ഷട്ടറുകൾ തുറക്കും. തമിഴ്നാട്ടിലും കനത്ത മഴയുണ്ട്. കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, മഴ മുന്നറിയിപ്പ് രാവിലെ കാര്യമായി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടോ? മഴ തെക്കൻ ജില്ലകളിൽ ശക്തമായി ഉണ്ട് എന്നുള്ള വിവരമാണോ നമുക്ക് പൊതുവെ കിട്ടുന്നത്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നത് രാവിലെ 7 മണിക്കാണ്. ഇന്ന് ഒരു ജില്ലകളിലും കാര്യമായ അലർട്ടുകൾ നൽകിയിട്ടില്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്താണ്. തലസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ നേരിയ തോതിൽ മഴയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ കാര്യമായ മഴയുണ്ടാകും എന്നാണ് നൗകാസ്റ്റിൽ 7 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. എങ്കിലും തെക്കൻ ജില്ലകളിൽ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ മഴ ഇന്ന് ഉണ്ടാകില്ല. ഇതാണ് പുറത്ത് നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിലെ വിശദാംശങ്ങൾ. പക്ഷേ കൊല്ലമടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു. ഇന്ന് തെന്മല ഡാം തുറക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കല്ലടയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 മണിയോടുകൂടി 3 ഷട്ടറുകൾ തുറക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. ഇന്ന് പ്രത്യേക അലർട്ടുകളില്ല. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനടക്കം വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മത്സ്യബന്ധനത്തിന് അടക്കമുള്ള വിലക്കുകൾ കേരള തീരത്തോ ആൻഡമാൻ തീരത്തോ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും തമിഴ്നാട്ടിൽ പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ് രഞ്ജിത്ത്. അവിടെ മഴ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ 4 ദിവസമായി അവിടെ ശക്തമായ മഴയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 4 പേർ ഈ മഴക്കെടുതിയിൽ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി തമിഴ്നാട്ടിൽ ഉണ്ടായി. 2 പേർ ഇത്തരത്തിൽ ശക്തമായ മഴയിൽ കെട്ടിടം ഇടിഞ്ഞാണ് മരിച്ചത്. മറ്റ് 2 പേർ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാമനാഥപുരം ജില്ല അടക്കമുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായത് എന്നുമാണ് റിപ്പോർട്ടുകൾ. രഞ്ജിത്ത്, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മഴ തെക്കൻ കേരളത്തിൽ കാര്യമായി തുടരുന്നു എന്നാണ് രാവിലത്തെ വിവരം. ഇനി നമുക്ക്